അപ്പോൾ നമ്മൾ നേരെ അടുത്തൊരു മണ്ഡലത്തിലേക്ക് പോകുന്നത് മലപ്പുറത്തേക്കാണ്. അതൊരു കോട്ടയാണ്, ലീഗിന്റെ കോട്ടയാണ്, ലീഗിന്റെ പൊന്നാവരം കോട്ടയാണെന്നൊക്കെ പറയുമ്പോൾ പോലും അവിടെയും ചില പോരാട്ടത്തിന്റെ പ്രതീതി സൃഷ്ടികൾ ഉണ്ടായി എന്ന കാര്യവും മറക്കാവതല്ല. ഷഹദ് റഹ്മാൻ ചെയ്യുന്നു. ഷഹദ്, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്ത LDF സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ വ്യക്തിപരമായി ഞാൻ പറയും അത് വസീഫാണെന്ന് പറയും. പെരുന്നാളെന്നില്ലാതെ, വിഷുവെന്നില്ലാതെ, ആഘോഷങ്ങളെന്നില്ലാതെ, രാവെന്നില്ലാതെ, പകലെന്നില്ലാതെ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു സാധ്യമാകുന്നതിന്റെ പരമാവധി മണ്ഡലത്തിൽ ചെയ്യാവുന്ന വസീഫ് ചെയ്തു. അത് പ്രയോജനം ചെയ്യുമെന്ന് വസീഫ് പറയുന്നുണ്ട്. നാളെ മലപ്പുറത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട എന്താണ്? ക്യാമ്പുകളുടെ പ്രതീക്ഷ എന്താണ്? ഹാഷ്മി ഒപ്പം തന്നെ വിജയകുമാർ, മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഹാഷ്മി ആദ്യം പറഞ്ഞതാണ് എനിക്കും പറയാനുള്ളത്. കാരണം ഇതൊരു ഉരുക്ക് കോട്ടയാണ്. ആ ഉരുക്ക് കോട്ട തകർക്കുക എന്നുള്ളത് അത്ര സാധാരണമായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. ഇത്തവണ ET മുഹമ്മദ് ബഷീർ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുന്നു എന്നൊരു പ്രത്യേകതയാണ് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എന്നാൽ അതേ സമയത്ത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം യുവ നേതാവ് എന്ന ഒരു കാര്യം എടുത്തു കാട്ടിയാണ് വസീഫിനെ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വാധീനം മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും അവസാന ഘട്ടത്തിലേക്ക് വലിയ രീതിയിലുള്ള മത്സരം ഈ മണ്ഡലത്തിൽ കാഴ്ചവെച്ചു, അല്ലെങ്കിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം അത്രയധികം ഇടങ്ങളിൽ BJPയും ഓടി നടന്ന ഇത്തരത്തിൽ അബ്ദുൽ സലാം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. വസീഫിനെ സംബന്ധിച്ചിടത്തോളം വസീഫ് പരമാവധി, അതായത് ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിവിന്റെ പരമാവധി എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ, അതായത് ET മുഹമ്മദ് ബഷീറിനേക്കാൾ മുൻപ് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് വസീഫ് മണ്ഡലത്തിൽ സജീവമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ വസീഫ് നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ അതേ സമയത്ത് ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത, മണ്ഡലത്തിന്റെ ഒരു ചരിത്രം ഒക്കെ എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ലീഗിന് അപ്പുറത്ത് മറ്റൊരു സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ വിജയിക്കുമോ എന്നുള്ളത് വളരെയധികം പ്രയാസം നിറഞ്ഞ ഒരു കാര്യമാണ്. കാരണം മുൻകാലങ്ങളിൽ ഒരു തവണ ഇടതുപക്ഷത്തെ സംബന്ധിച്ച ഒരു വിജയം ഉണ്ടായിരുന്നു. ആ ഒരു ആത്മവിശ്വാസമാണ് തുടർച്ചയായി ഇടതുപക്ഷം വെച്ചു പുലർത്തുന്നത്. പക്ഷേ ഇത്തവണ ET മുഹമ്മദ് ബഷീറിനെ സംബന്ധിച്ചിടത്തോളം മണ്ഡലത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ മേഖലയിലും ഒരുപോലെ ഓടി നടന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് പ്രായത്തിൻ്റെതായ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ടുകളെ ഒക്കെ തന്നെ അവഗണിച്ച വലിയ രീതിയിൽ അദ്ദേഹം ആവേശം ജനിപ്പിച്ച പ്രവർത്തകർക്കിടയിൽ എല്ലാ മേഖലയിലും ഓടിയെത്തി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, അതായത് മണ്ഡലത്തിൽ ഈ നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് മന്ദഗതിയിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആവേശം നിറഞ്ഞ പ്രവർത്തനങ്ങളായിരുന്നു. എക്സിറ്റ് പോൾ ഫലം പുറത്തു വന്ന ഘട്ടത്തിൽ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ ഈ ലീഗിന്റെ പ്രതിനിധികളൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏകദേശം 1 ലക്ഷത്തിന് പുറത്ത് അല്ലെങ്കിൽ 2 ലക്ഷത്തിന് പുറത്ത് ഇത്തവണ ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് ET മുഹമ്മദ് ബഷീറിന്. എന്നാൽ പിന്നീട് നമ്മൾ നേതാക്കളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ എന്തായാലും 1 ലക്ഷം ഭൂരിപക്ഷം എന്തായാലും ET ഭൂരിപക്ഷത്തെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ലീഗ് നേതൃത്വത്തിനിടയിൽ. അത് 1 ലക്ഷത്തിൽ കുറയുമോ അതോ അത് 2 ലക്ഷത്തിനടുത്തേക്ക് എത്തുമോ എന്നാണ് ചർച്ച. അല്ലെ, അട്ടിമറികളുടെ ചരിത്ര പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേര് TK ഹംസയാണ്. അതൊരു പേക്കിനാവായി ലീഗിനോട് നിൽപ്പുണ്ട്. പക്ഷേ സംഭവിക്കുന്നു പറയുന്നതല്ല. പക്ഷേ വസീഫ് അദ്ദേഹത്തിന്റെ കഴിവിന്റെ പരമാവധിയോടെ പരിശ്രമിച്ചു എന്നതിൽ തർക്കമില്ല. അത്തരം വിഷയങ്ങളൊക്കെ പരാമർശ വിധേയമായതാണ് തുടർച്ചയായി. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ പറയുന്നില്ല അടിയൊഴുക്കാകുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നത് നാളെ വോട്ടിംഗ് മെഷീൻ എണ്ണി തുടങ്ങുമ്പോൾ ഏതെങ്കിലും മണ്ഡലത്തിൽ VC വാക്കോർ ഒരു പ്രശ്നമില്ലാത്ത മണ്ഡലം, കുഴപ്പമില്ല, മണ്ഡലത്തിൽ നിന്ന് കണ്ടേക്കാം എന്ന് പറയാൻ കഴിയുന്ന ഒരു മണ്ഡലം പോലും കേരളത്തിൽ നിലവിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓരോരോ മണ്ഡലങ്ങളിൽ ഓരോന്നാണ് യാഥാർത്ഥ്യം. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.